നോക്കിയോ തന്നെ അടിപൊളിയാ. ഇന്ന് ഞാൻ നിങ്ങളെ ഏദൻ തോട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. അതെ, നിങ്ങൾ ഇൻട്രോ കണ്ട പോലെ തന്നെ ഒരു അടിപൊളി മുന്തിരിത്തോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് നമ്മുടെ ഉത്തരാഖണ്ഡിലെ മലയാളികളുടെ തോട്ടാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അല്ലെങ്കിലും നമ്മൾ മലയാളികൾ പൊളിയല്ലേ. നമ്മൾ എത്തിപ്പെടാത്ത സ്ഥലങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളോ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഡൗട്ടാണ്. എല്ലാ വർഷവും ഈ ഒരു ടൈം ആകുമ്പോൾ ഇങ്ങനെ ഇവിടെ മുന്തിരിവള്ളികൾ കായ്ക്കാറുണ്ട് കേട്ടോ. എല്ലാ വർഷവും എനിക്ക് കിട്ടാറുണ്ട്, പക്ഷെ അതൊന്നും വീഡിയോ ആക്കാൻ ഞാൻ ഇതുവരെ മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. എന്നാൽ പിന്നെ വർഷാവർഷം എനിക്ക് കിട്ടണ ഈ ദൃശ്യം വരുന്നത് നിങ്ങൾക്ക് മുന്നിൽ കൂടി കാണിക്കാലോ എന്ന് വിചാരിച്ചു. ഈ ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ അവകാശികൾ ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ മനുഷ്യർ മാത്രമല്ലെന്നേ. ദേ ഇതുപോലെ മുന്തിരിത്തോട്ടത്തിൽ തന്നെ കൂട് വെച്ച് പാർക്കണ ഒരുപാട് കിളികളുണ്ട്. പിന്നെ കുറച്ച് ദൂരേന്ന് വിരുന്ന് വരുന്ന കുരങ്ങന്മാരും പിന്നെ അടുത്ത് തന്നെ കൂട് കെട്ടി താമസാക്കിയിട്ടുള്ള നല്ല അടിപൊളി കുത്തണ തേനീച്ചകളും ഉണ്ട്. അങ്ങനെ ഇവർക്കൊക്കെ കൂടി അവകാശപ്പെട്ടതാണ് കേട്ടോ ഈ ഒരു മുന്തിരിത്തോപ്പുകൾ. അതായത് ഇതൊന്നും വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യണതല്ല എന്നർത്ഥം. എനിക്കിവിടെ വന്നാൽ തിരിച്ചു പോകാനേ തോന്നാറില്ല കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള കാഴ്ചയാണ്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ശ്രീനഗറിൻ്റെ പല ഭാഗങ്ങളും കാണാനായിട്ട് സാധിക്കും. കാണാനുള്ള ഭംഗി പോലെ തന്നെ ഇത് കഴിച്ചു വെക്കാനും നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളായിരുന്നു മൂത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അധികവും പച്ചയായിരുന്നു കേട്ടോ. ഒരു 1 വീക്ക് കൊണ്ടൊക്കെ മൊത്തത്തിൽ അത് പഴുത്ത് പിന്നെ അത് അടർന്ന് വീഴാനായിട്ട് തുടങ്ങും. ശ്രീനഗറിൽ പൊതുവേ ഇതുപോലെ പല വീടുകളിലും ഇങ്ങനെ ചെറിയ രീതിയിൽ മുന്തിരി കൃഷിയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇത്രയും അധികം കണ്ടത് ഇവിടെയാണ് കേട്ടോ. ബ്ലാക്ക് കളറുള്ള ഗ്രേപ്സിനേക്കാളും കൂടുതൽ ഇവിടെ ഉണ്ടാവുക ഇതുപോലെ പച്ച കളറുള്ളതാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു മുന്തിരിങ്ങ വള്ളികളിൽ ഇങ്ങനെ മുന്തിരിങ്ങ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ നല്ല രസമാണ്. വീഡിയോയിൽ മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്ത കുറച്ച് പേരാണ് ഇതിൻ്റെ കൃഷിക്കാരെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവരെനിക്ക് ഇതിനെക്കുറിച്ച് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിവിടെ നോക്കാം. ഇവിടെ കണ്ടോ, മെയിൻ സ്ട്രെമ്മിൽ നിന്ന് 2 മുട്ട് കഴിഞ്ഞ് അപ്പോൾ ബഡ്സ് വരുന്ന 2 മുട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉള്ളത് നമ്മൾ കട്ട് ചെയ്യും. 3ാമത്തെ മുട്ട എത്തുന്നതിന് മുമ്പ് നമ്മൾ കട്ട് ചെയ്യും. അങ്ങനെയാണ് പ്രൂണിങ് നടത്തുന്നത്. അത് നമ്മൾ ഫെബ്രുവരി 1st വീക്കിലോ അല്ലെങ്കിൽ ജനുവരി ലാസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ചെയ്യാറ്. ഇവിടെ നമ്മൾ ഇതിന്റെ പ്രൂണിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ റൂട്ടിങ് പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ റൂട്ടിന്റെ അവിടെ നിന്ന് എല്ലാ മണ്ണും മാറ്റി റൂട്ട് നമ്മൾ സൺറൈസ് കിട്ടാൻ വേണ്ടി സണ്ണിന്റെ സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടി നമ്മളത് എക്സ്പോഷറിന് വേണ്ടി തുറന്നു വയ്ക്കും 2 ദിവസം. വേര് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ചാണകം ഇട്ട് പിന്നെ മണ്ണിട്ട് മൂടും 2 ദിവസം കഴിയുമ്പോൾ. പിന്നെ തന്നെ മുന്തിരി കൃഷിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ടിപ്സും എല്ലാവരും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തന്നെ തോന്നിപ്പോയി നാളെ തന്നെ ഒരു മുന്തിരി കൃഷി തുടങ്ങിയാലോ എന്ന്. നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇനി മുന്തിരിയൊക്കെ കൃഷി ചെയ്യണമെങ്കിൽ ഇതുപോലെയുള്ള ടിപ്സൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പണ്ടൊക്കെ ഞാൻ വിചാരിച്ചു ഒരുപാട് തണുപ്പുള്ള സ്ഥലത്താണ് ഈ മുന്തിരിങ്ങയൊക്കെ ഉണ്ടാവുകയെന്ന്. എന്നാൽ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ ഏറ്റവും ചൂടുള്ള സമയത്താണ് മുന്തിരിങ്ങയൊക്കെ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന ടൈം എന്ന്. എന്നെ സംബന്ധിച്ച് അതൊരു പുത്തൻ അറിവായിരുന്നു കേട്ടോ. ശ്രീനഗറിൽ ഈ കൊടും ചൂടിൽ ഈ മുന്തിരിത്തോപ്പിൻ്റെ തണുപ്പിൽ നിൽക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. മുന്തിരി കൃഷി അല്ലാണ്ട് ഇവിടെ വേറെയും കുറച്ച് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്.
ശ്രീനഗറിൽ സമ്മറിലും വിൻ്ററിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് ഈ റോസ് ഫ്ലവർ. അതിൻ്റെ പല വെറൈറ്റീസ് ഇവിടെ ഉണ്ടാവും കേട്ടോ. കാട് പിടിച്ച പോലെയാണ് ഇവിടെയൊക്കെ റോസ് ഫ്ലവർ ഉണ്ടാക്കുക. വെറുതെ ഒന്ന് എറിഞ്ഞാൽ പോലും ഒരുപാട് പൂക്കളായിട്ട് ഇങ്ങനെ ഉണ്ടായി കിടക്കും. പിന്നെ ഈ ഒരു പ്ലാവ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പിടിപ്പിച്ചതാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഈ ചക്കയ്ക്ക്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല പഴുത്തത്. നമ്മുടെ നാട്ടിലെല്ലാം പാകമായി വീണ് കഴിഞ്ഞാലാണ് ഇവിടെ ഇങ്ങനെ സെറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഉണ്ടാവുക നാട്ടിനേക്കാളും. എന്നാലും നല്ല ടേസ്റ്റിൽ തന്നെ ഇവിടുത്തെ ചക്ക കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ഇത് ആപ്രിക്കോട്ടിൻ്റെ മരമാണ് കേട്ടോ. ആപ്രിക്കോട്ടിൻ്റെ മരം ഞാൻ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. എല്ലാം പാകമായിട്ട് വരുന്നേ ഉള്ളൂ. കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇവിടെ ഈ പ്രാവശ്യം എല്ലാം ഉണ്ടായത്. പിന്നെ മാങ്ങ ഉണ്ട്. മാങ്ങയൊക്കെ ഓൾറെഡി ശ്രീനഗറിൽ ഇപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ഉണ്ടായി വരണേ ഉള്ളൂ. നല്ല രസമാണ് ഈ ഒരു മാങ്ങ. ഇത് ഇവിടുത്തെ ലോക്കൽ ടൈപ്പ് മാങ്ങയാണ്. പിന്നെ ഇത് കുറച്ച് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമുക്കിങ്ങനെ പെട്ടെന്ന് പറിച്ചെടുക്കാനായിട്ട് പറ്റും. ഇത് സീസൺ ഓൾറെഡി കഴിഞ്ഞ് തുടങ്ങിയതാണ്. പിന്നെ കുറച്ച് നല്ല ചോളത്തിൻ്റെ കൃഷിയുണ്ട്. അത് ഒരുപാട് ഇവിടെ എല്ലാ വീടുകളിലും ഇവിടെ ചോളം കൃഷി ചെയ്യാറുണ്ട് കേട്ടോ ഈ ഒരു സീസൺ ആകുമ്പോൾ. പിന്നെ കുറച്ച് വഴുതനങ്ങ കൃഷി, കൈപ്പയ്ക്ക, അങ്ങനെ ഒരുപാടായിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇതെല്ലാം ഇങ്ങനെ ആ പാകമായി വരുന്നേ ഉള്ളൂ. പിന്നെ ഇതാണ് ലിച്ചിയുടെ മരം. ലിച്ചി ഇപ്രാവശ്യം വളരെ കുറച്ചേ കായ്ച്ചിട്ടുള്ളൂ. പിന്നെ അത് കുറച്ച് ലേറ്റായിട്ടാണ് ഇവിടെ ഉണ്ടായതും. ഗ്രീൻ കളറിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇത് നല്ല റെഡിഷ് കളറിലേക്ക് മാറും. ഇതൊരു റെഡിഷ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിൽ വരുമ്പോഴാണ് ഇതിന് ഭയങ്കരമായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതല്ലാതെ ഇവിടെ മാൾട്ട, പിന്നെ ചെറുനാരങ്ങ, അതുപോലെയുള്ള കാര്യങ്ങളുണ്ട്. ചെറുനാരങ്ങയുടെ ഒക്കെ ഇലകളൊക്കെ വെയിലത്ത് പൊഴിഞ്ഞു പോയി. പിന്നെ കുറച്ച് സാധാ പോലത്തെ 10 മണിപ്പൂവിൻ്റെ കുറേ അങ്ങനത്തെ വെറൈറ്റീസ് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കൃഷികളൊക്കെ ഉള്ളൊരു സ്ഥലം തന്നെയാണ് ഇത്. ഇത് നമ്മുടെ എൻ്റർ ശ്രീനഗറിൻ്റെ ഒരു ഭാഗമാണ് കാണുന്നത് കേട്ടോ. അടുത്തടുത്താണ് ഇവിടെ വീടുകളൊക്കെ ഉണ്ടാവുക. പോവാൻ നേരത്ത് ഞാൻ അവിടുന്ന് കുറച്ച് കറിവേപ്പിലയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ് കേട്ടോ. നല്ല സ്മെല്ലുള്ള നല്ല അടിപൊളി കറിവേപ്പിലയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഈ മുന്തിരിക്ക് കാവൽക്കാരായിട്ട് അവകാശികളായിട്ട് കുറച്ച് പേരുണ്ടെന്ന്. ദേ അവരാണിവർ. ഇവിടെ തന്നെ സ്ഥിര താമസമാക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ മുന്തിരിങ്ങയുടെ ജ്യൂസെല്ലാം കുടിച്ച് അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മെല്ലെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.